ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു ഡോണറ്റ്സ് റെഡിയാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആദ്യം തന്നെ അതിൻ്റെ ഡോ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു കപ്പ് ഇളം ചൂടുള്ള പാല്, ലൈറ്റായിട്ട് ചൂട് മതി. ഇനി അതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിലേക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര, അതുപോലെ 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ശരിക്കും വീഡിയോ ഒന്നും ഞാനിങ്ങനെ അപ്ലോഡ് ആക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എടുത്ത് വെച്ചിട്ടുള്ളതും പിന്നെ അൺലിസ്റ്റ് ആക്കിയിട്ടുള്ള വീഡിയോകളുണ്ടേനു. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രം. ശരിക്കും അറിയാലോ നമ്മുടെ വയനാടിൻ്റെ എല്ലാ അവസ്ഥ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, കഴിയുന്ന സഹായങ്ങൾ എന്താണെങ്കിലും ചെറുതാണെങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യുക. അതൊക്കെയല്ലേ ഇപ്പോൾ നമുക്ക് പറ്റും. എല്ലാവരും പ്രാർത്ഥിക്കാം. പിന്നെ അതിലേക്ക് ഞാനിതാ 2.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട്, എന്നിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച് മിക്സാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എന്താ പറയുക, അമർത്തി നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ലോണം കുഴക്കുക. നല്ലോണം കുഴച്ചെടുത്തിട്ട് ഇതൊരു 1 ഹവറെങ്കിലും ഒന്നവിടെ മാറ്റി വെക്കണം പൊങ്ങാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് കുഴച്ച് ഇതേപോലെ അമർത്തി കുഴച്ച് നമുക്കിതവിടെ കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഒരു 1 ഹവറെങ്കിലും അവിടെ മാറ്റി വെക്കണം. അപ്പോൾ ഞാനിത് ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിന്. ശരിക്കും ആ പാത്രത്തിൽ നിന്ന് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയതാണ്, വലിയ ബൗളിൽ. ഇവിടെ നല്ല ചൂടും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ നമുക്കിത് എന്താ പറയുക, ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു മാറ്റിലിട്ടിട്ട് നല്ലോണം കുഴക്കുക. എന്നിട്ട് ഓരോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഞാനിപ്പോൾ ചെറിയ ചെറിയ ഡോണറ്റ്സ് എന്താ പറയുക റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ അങ്ങനെ ആക്കാം, അതെല്ലാം പിന്നെ നിങ്ങളെ ഇഷ്ടം. ശരിക്കും ഇത് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. എല്ലാ സൈഡും ഒരേപോലെ ഉണ്ടോയെന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇതേപോലെ ഇങ്ങനെ മൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നടുക്കൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഓട്ടായി കൊടുത്താലും മതി. എല്ലാം ഞാനിത് ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഹോളാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് കൈകൊണ്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുക. പിന്നെ ഇത് ഓരോ ബോൾ എടുക്കുമ്പോൾ നല്ലോണം ഒന്ന് കൈ കൊണ്ട് അമർത്തി ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. നന്നായിട്ട് അതിൻ്റെ എന്താ പറയുക, കുഴഞ്ഞത് നല്ലോണം ഒന്ന് ശരിയാവണം. കുറച്ചും കൂടി ഇത് കുറച്ച് അയഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ലൂസായിട്ട്, അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നല്ലോണം പൊന്തി വന്ന് ഡോണറ്റ്സ് നല്ല റെഡിയാവും, നല്ല ഒരു അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ടാണെങ്കിൽ അത്രയും നല്ല. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം ഇങ്ങനെ റെഡിയാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ചൂടായ ഓയിലിൽ നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നിട്ടിട്ട് ഇത് തീ എന്താ പറയുക, ഒന്ന് മീഡിയം തീയിൽ വെച്ചാൽ മതി, വലിയ തീ വേണ്ട. എന്നിട്ട് മീഡിയം തീയിൽ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക, മെല്ലെ മെല്ലെ. വലിയ തീയാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഉള്ളിലൊന്ന് നന്നായിട്ടൊന്ന് കുക്കായിക്കോട്ടെ. ഇതേപോലെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ, ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഓരോന്നും നമുക്ക് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിന് എന്താ പറയുക, ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പഞ്ചസാര പൊടിച്ചതാണ് മാറ്റി വെച്ചിന്. പിന്നെ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് എന്താ പറയുക ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഒരു ചൂടുവെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് മെൽട്ടാക്കിയിട്ട്, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് നിങ്ങൾക്കത് മെൽട്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് മേലെ എന്താ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പിന്നെ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് ഈ എന്താ പറയുക ഷുഗർ ഡോണറ്റ്സ് എന്ന് പറയുന്നത്. എനിക്കും അതാണ് ഭയങ്കര ഇഷ്ടം. പഞ്ചസാര പൊടിച്ചിട്ട് അതിലിങ്ങനെ മുക്കിയിട്ടെടുത്താൽ മതിയല്ലോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് സോസ് അല്ലെങ്കിൽ പാൽപ്പൊടിയും പിന്നെ പഞ്ചസാര പൊടിച്ചതും കുറച്ച് പാലും എല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. ഒരു ഇത്തിരി വാനില എസൻസും കൂടി ഒഴിച്ചിട്ട്. പിന്നെ ഇതേപോലെ ചോക്ലേറ്റിലും ഡിപ്പ് ചെയ്തെടുക്കുക, അതും ഭയങ്കര ഈസിയാണ്.
അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഞാനിത് ഇതേപോലെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ സ്പ്രിങ്കിൾസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.